ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വില്ലകളാണ്. ഏകദേശം ഒരു 15ഓളം വില്ലകളാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? എറണാകുളം ജില്ലയിൽ കാക്കനാട് പൂക്കാട്ടുപടി ജംഗ്ഷനിൽ പൂക്കാട്ടുപടിയിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഇന്ന് കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലകളിലേക്ക് മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്നും വെറും 500 മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഇൻഫോ പാർക്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇവിടുന്ന് എളുപ്പത്തിൽ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 5.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താവുന്നതാണ്. അപ്പം ഇവിടെ ഈ കാണിക്കുന്ന വില്ലകളിൽ 15ഓളം വില്ലകളാണ് ഉള്ളത്. ഇതിനകത്ത് ഏകദേശം 2-3 എണ്ണമൊക്കെ സെയിലായിട്ടുണ്ട്. ബാക്കി എന്നാൽ ഇനിയുണ്ട് 11-12ഓളം വില്ലകൾ. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് അതൊരു സസ്പെൻസ് ആണ്. പ്രൈസ് ഞാൻ പറയുന്നില്ല, കാരണം ഇത്രയും ഭംഗിയുള്ള വില്ലകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഭയങ്കര എമൗണ്ട് വരുന്ന വില്ലകളാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ലാസ്റ്റ് ഇതിന്റെ പ്രൈസ് ആണ് നിങ്ങൾക്കുള്ള ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. കാരണം വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്ന വില്ലകൾ, അതായത് അവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് വില്ലകളൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയി വരുന്നതേ ഉള്ളൂ. ബാക്കി കുറേയധികം വില്ലകൾ കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. പല പല ലാൻഡ് അളവുകളിലും റേറ്റുകളിലും സ്ക്വയർ ഫീറ്റുകളിലും ഒക്കെ ആയിട്ടാണ് ഈ വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. വളരെ നീറ്റ് ആയിട്ടാണ് ഈ വഴിയെല്ലാം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. വീടും മതിലും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവായ രീതിയിലാണ് ഈ ഒരു വീടുകളുടെ എല്ലാ വില്ലകളുടെയും തന്നെ എലിവേഷനൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്നും ഗേറ്റിൽ നിന്നൊക്കെ അങ്ങ് തുടങ്ങാം. എല്ലാത്തിൻ്റെ മതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നോക്കുവാണെങ്കിൽ കാണാം സോളാറിന്റെ ഒരു വലിയ ലൈറ്റ് അവിടെ ഓൾറെഡി അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ മതിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റർ വർക്ക് വരുന്നുണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും വൈറ്റ് കളറിലുള്ള 2 ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഗേറ്റ് വന്നിട്ട് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സൈഡ് വന്നിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് തുറക്കാവുന്ന രീതിയിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള, അങ്ങനെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു കാർ പോർച്ചിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ മൊത്തത്തിലുള്ള എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഞാനൊന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വന്നിട്ടുണ്ട്, ടെക്സ്റ്റർ വർക്കുകൾ വന്നിട്ടുണ്ട്, പല പല കളറിലുള്ള പെയിന്റിങ്സ് വന്നിട്ടുണ്ട്, കുറച്ച് ജാളി വർക്കിന്റെ മോഡലിലുള്ള പല പല വർക്കുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ GS² ട്യൂബിന് ഒരു കേജ് പോലെ ഒരു ഡിസൈൻ, ഒരു കൂട് പോലെ നമുക്ക് നേരെ മുകളിൽ കാണാം. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വീടിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് കയറി വന്നിട്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ സ്രോതസ്സായ കിണർ വരുന്നത്. ഒരു ഹാഫ് മൂൺ ഷേപ്പിലായിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം വീടിന്റെ എലിവേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ വീടിന്റെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ് കവേർഡ് ആയിട്ടുള്ള മെയിൻ കാർ പോർച്ച്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്.
വീടിന്റെ റൈറ്റ് സൈഡിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ആ മതിലിൽ വന്നിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കൊക്കെ കൊടുത്തിട്ട് അവിടെയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മാത്രം മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകാനുള്ള വഴിയാണ്. വീടിന്റെ രണ്ട് സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പില്ലറാണ് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോരുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വീടിന്റെ മെയിൻ ഡോറ്. വീടിന്റെ മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ വരുന്ന സമയത്ത് ഈ വീടിന്റെ ഫ്ലോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിലുള്ള ടൈലിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ധാരാളം വർക്കുകളൊക്കെയാണ് ഇവിടുത്തെ റൂഫിലാണെന്നുണ്ടെങ്കിലും TV യൂണിറ്റിന്റെ ഭാഗത്തും ഒക്കെ കാണാൻ കഴിയുന്നത്. എയർ സർക്കുലേഷനായിട്ട് ചുറ്റിനും ധാരാളം വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ മുകളിലെ റൂഫിൽ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളുടെ വർക്കുകളും വുഡൻ പാനലിങ്ങും ഒക്കെ കൂടാതെ തന്നെ ധാരാളം നമ്മൾ എവിടെ നോക്കിയാലും ഒരുപാട് വർക്കുകളാണ് നമുക്ക് ഈ ഒരു വീടിന്റെ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് റൂമിലായിട്ട് കാണാൻ പറ്റുന്നത്. TV യൂണിറ്റിന്റെ ഏരിയ ഒക്കെ വന്നിട്ട് ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവർ TV യൂണിറ്റിനായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വലിച്ചു തുറക്കാവുന്ന ഡോസും ഓപ്പൺ ചെയ്യാവുന്നതും ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതുമായ ഒരുപാട് ഷെൽഫുകളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഏരിയ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൂടി അവർ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളിലൊക്കെ നമുക്കിപ്പം കാണുമ്പോൾ നമുക്ക് ഈ ജനാലകൾ വന്നിട്ട് വിൻഡോസ് വന്നിട്ട് ജസ്റ്റ് ആ ഒരു ഫ്രെയിം മാത്രമാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ വീടുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു ഭാഗത്തേക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വുഡിന്റെ ഒരു ഫ്രെയിം ഔട്ടർ ഫ്രെയിമും കൂടി അവർ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് എല്ലാ ജനലുകൾക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ് കാണാനായിട്ട്. അതുകൂടാതെ ഒരു ഭാഗം പോലും ഒഴിവാക്കാതെ ഈ വിൻഡോസിന്റെ ഒക്കെ മുകൾ ഭാഗത്ത് പോലും അവർ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ആ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നതിന്റെ ആ ഭാഗങ്ങളൊക്കെ വന്നിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വുഡിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ വന്നിട്ടാണെങ്കിലും ധാരാളം വർക്കുകളാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ കഴിഞ്ഞിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് നിങ്ങൾക്ക് സ്റ്റെയറുകൾ കാണാം മുകളിലേക്ക് പോകാനുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഇടനാഴി പോലെ വന്നിട്ട് ഇവിടെ ഒരു റൂം കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ബെഡ്റൂമാണ്. നമ്മൾ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് വന്ന് ഈ ഒരു സ്റ്റെയറിന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ബെഡ്റൂം കാണാം. ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ വന്നിട്ട് ഒരു വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ 2 ഭാഗത്തായിട്ടൊക്കെയാണ് ഇവിടുത്തെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കബോർഡ് വരുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ധാരാളം വർക്കുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫിംഗ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡുകളെല്ലാം തന്നെയാണെങ്കിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഷെൽഫായിട്ട് കാണുന്ന സ്ഥലങ്ങളിലും ഇതുപോലുള്ള കബോർഡുകളൊക്കെ ആണെങ്കിലും മൾട്ടി വുഡിന്റെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ബെഡ്റൂം അങ്ങനെ കണ്ടു. പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ഒക്കെ റൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല, ഓൾറെഡി തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ വിസിബിൾ ആണ്. ധാരാളം വർക്കുകളാണ് റൂഫിലൊക്കെ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ബാക്ക് സൈഡിലേക്കാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഡോറ് കാണാം. അത് ഇവിടുത്തെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്ന ഈ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ക്യൂബിക്കിളായിട്ടൊക്കെ തിരിച്ചിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് സ്പേസ് ആണ് വാഷ് ബേസിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിനും ജെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകൾ പോലെ തോന്നിക്കുന്ന ധാരാളം ഭംഗിയുള്ള ലൈറ്റുകളൊക്കെയാണ് ഈ വീട്ടിലെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ കണ്ടുമടുത്ത കുറച്ച് ലൈറ്റുകളുടെയൊക്കെ ഡിസൈനിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് ഹാളിലേക്കുള്ള എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡോറ് കാണാം. ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം ഒരു പൊടിക്ക് കുറച്ചൊരു വലുപ്പം കുറഞ്ഞിട്ടാണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ഇവിടെയൊക്കെ ധാരാളം വിൻഡോസ് ആണ് റൂമുകളിൽ ചെയ്തിരിക്കുന്നത്. മുകളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കബോർഡ് ഫെസിലിറ്റികളൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു വോളിന്റെ 3/4 ഭാഗത്തോളം തന്നെ നല്ല രീതിയിൽ അവർ കബോർഡുകൾക്കായിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമാണെന്നുണ്ടെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈൽസ് ഒക്കെ വന്നിട്ട് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളറിലുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത്. അങ്ങനെ താഴത്തുള്ള 2 ബെഡ്റൂമുകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ സെയിം ടൈല് തന്നെയാണ് കിച്ചണിലും കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത്. കിച്ചണിന്റെ എൻട്രൻസ് ഒക്കെ വന്നിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് അവർ മൾട്ടിവുഡിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഓപ്പൺ സ്പേസ് ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഒരു എൻട്രൻസ് ഉണ്ട്. അത് കൂടാതെയുള്ള ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തും നല്ല ഭംഗിയുള്ള 3 ഹാങ്ങിങ് ലൈറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ടോപ്പ് സ്ലാബ് എല്ലാം വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലുള്ള കബോർഡുകളാണ് ഇവിടെ എല്ലാം മുകളിലും താഴെയൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ചിമ്മിണി ഫെസിലിറ്റി കൂടി ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ റൂഫിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കിച്ചണിൽ പോലും അവർ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് ആണ്. അതുകൂടിയാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാം അവിടുത്തെ മതിലെല്ലാം കംപ്ലീറ്റഡ് ആണ്. ഫ്ലോറിങ്ങിന്റെ വർക്കുകളും ഇവിടെ ഒരു നമുക്കിനി ആ ഒരു ഏരിയ കൂടെ കവർ ചെയ്യേണ്ട വർക്കുകൾ മാത്രമാണ് ഇനിയിപ്പോൾ അവിടെ ബാക്കിയായിട്ട് ഉള്ളത്. അപ്പൊ അത് പോകെ പോകെ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഓണർ അങ്ങനെ ഇട്ടിരിക്കുന്നത്. തൽക്കാലം അത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഏകദേശം ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മുകളിലേക്കുള്ള സ്റ്റെപ്പ് നമ്മൾ കയറി വരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് നമുക്കൊരു വലിയ വോൾ ഇവിടെ കാണാം. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു യെല്ലോ ആൻഡ് ഗോൾഡൻ കളറിലുള്ള ടെക്സ്ചർ വർക്കിലാണ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണിംഗ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർഗോള മോഡലിൽ തന്നെയാണത് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്തൊക്കെ വളരെ ഹെവി ആയിട്ടും അട്രാക്റ്റീവായ രീതിയിലുമാണ് റൂഫിലുള്ള വർക്കുകളൊക്കെ ഇവർ ചെയ്തിരിക്കുന്നത്. കടന്നു വരുന്ന ആ സ്റ്റെപ്പിന്റെ വഴികളിലെല്ലാം ഭംഗിയുള്ള നല്ല നല്ല ഷോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്പേസിൽ നമുക്ക് ഒരുപാട് ഡോറുകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡോറ് നിങ്ങൾക്ക് കാണാം. നമുക്ക് 1 by 1 ആയിട്ട് അത് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപോകാം. ഇവിടുത്തെ ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഫ്ലോറുകളുടെ എല്ലാം ആ ഒരു ടൈലിന് ചെറിയൊരു ചേഞ്ച് ഇവിടെ വരുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു ഡോറ് മാത്രമാണ് ഇങ്ങനൊരു ചെറിയ ഓപ്പണിംഗ് വരുന്നുള്ളൂ. അത് നമുക്കൊരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവൻറ്റിൻ്റെ റൂമായിട്ടോ അങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീനുള്ള ഫെസിലിറ്റികളെല്ലാം വേസ്റ്റ് വാട്ടർ പോകാനും പവർ പ്ലഗും എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ വിസിബിൾ ആണ്. ഇതിൻ്റെ ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റി സ്പേസിൽ നിന്നും നമ്മൾ നേരെ ഇറങ്ങുന്ന സമയത്ത് ഇവിടേക്ക് വന്നു. ഇവിടുത്തെയാണ് ആദ്യത്തെ ഒരു ഡോർ നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു റൂമാണെന്നുണ്ടെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊക്കെയാണ് ഇവിടുത്തെ വിൻഡോസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. കബോർഡ് ഫെസിലിറ്റി വരുന്നത് ആ ഒരു ഭാഗത്താണ്. ബോർഡ്റൂമുകളെല്ലാം തന്നെ സെയിം പാറ്റേൺ ആയിട്ട് തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കുറച്ച് വർക്കുകൾ കഴിഞ്ഞതിൻ്റെ കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പെയിൻറ്റിൻ്റെ ബക്കറ്റ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ കാണാം. അവിടുത്തെ ആണെന്നുണ്ടെങ്കിലും ആ ഫ്ലോറിലും വോളിലും ഒക്കെ വരുന്ന ടൈല് ഒരു ഗ്രേ കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വീട്ടിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ്. നമ്മൾ മുകളിലേക്ക് വന്ന സമയത്ത് ഈ ഹാളൊന്നും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. കാരണം ജസ്റ്റ് കടന്നു വന്ന വഴികളിലുള്ള ഓരോ റൂമുകൾ നമുക്ക് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നിറയെ വർക്കുകളാണ്. ഒരു റൂഫ് പോലും ഇവിടെ അവർ വെറുതെ ഇട്ടിട്ടില്ല. അവിടെയൊക്കെ നല്ല വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ
ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഏരിയ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ബോർഡ്റൂം ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടും തീർന്നിട്ടില്ല, ഇവിടേക്ക് അകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് എഗെയിൻ വീണ്ടും ഒരു വാർഡ്രോബ് ഫെസിലിറ്റി കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ്. ഏറ്റവും കൂടുതൽ വാർഡ്രോബുകൾ അവർ യൂസ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ബെഡ്റൂമിനകത്താണ്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അവിടെയും ഈ വർക്ക് കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതിനകത്താണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറായിട്ടാണ് ടൈല് ഫ്ലോറിലും വോളിലും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുത്തെ ഈ ഒരു ചെറിയ പാസേജ് പോലുള്ള വഴിയിലൂടെ വന്ന് നമ്മൾ എത്തുന്നത് ഇവിടുത്തെ അപ്പർ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ആ ഒരു ഏരിയയാണ് നിങ്ങളീ കാണുന്നത്. മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഇവിടുത്തെ അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയാണെന്നുണ്ടെങ്കിലും റൂഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ധാരാളം വിൻഡോസാണ് ഈ ഒരു റൂമിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് TV യൂണിറ്റ് വയ്ക്കാനായിട്ട് ഇതിന് ആ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴെ കണ്ട പോലുള്ള ആ ഒരു യെല്ലോ ആൻഡ് ഗോൾഡൻ കളറുള്ള ടെക്സ്റ്റൈൽ വർക്ക് ചെയ്തിട്ട് അതിനിടയിലെല്ലാം തന്നെ വുഡ് പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് TV യൂണിറ്റ് വയ്ക്കാനുള്ള ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു റൂമിൽ നിന്ന് നമ്മൾ തുറക്കുന്ന ഡോറ് നേരെ ചെന്നെത്തുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു കേജ് പോലെ നമുക്കൊരു കൂട് പോലെ തോന്നിക്കുന്ന ഒരു വർക്കുകളൊക്കെ നമ്മൾ ഫ്രണ്ട് എലിവേഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിരുന്നു. ആ കാണുന്ന വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സേഫ് ആയ ഏരിയയാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട, കുട്ടികൾ ഓടി പുറത്തേക്ക് പോകുമൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു കേജ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനൊക്കെ നല്ലൊരു ഏരിയയാണ്. ബാക്കി ഇതിന് വരുന്ന എക്സ്ട്രാ കുറച്ച് ഏരിയ ആണെന്നുണ്ടെങ്കിലും അവർ ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയി കണ്ടു കഴിഞ്ഞു. ഈ ഒരു വീടിന് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് വീഡിയോ കാണിക്കുന്നത്. ഇതിനകത്തെല്ലാം ധാരാളം വീടുകൾ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പല ബഡ്ജറ്റിലും പല ലാൻഡ് അളവിലും പല ഏരിയയിലും ഒക്കെ ആയിട്ടാണ് ഇതിനകത്തുള്ള വീടുകൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീട് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓൾറെഡി പറഞ്ഞു. ഇതിനകത്ത് കിടക്കുന്ന വില്ലകൾ എല്ലാം തന്നെ ഒരു 15ഓളം വില്ലകളാണ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ വില്ലകളാണെങ്കിൽ തന്നെ 15 എണ്ണത്തിൽ 2-3 വില്ലകൾ മാത്രമാണ് ഇവിടെ സെയിലായിട്ട് പോയിരിക്കുന്നത്. ബാക്കി ഏകദേശം 11-12ഓളം വില്ലകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിനൊക്കെ എന്ന് വെച്ചാൽ പല ലാൻഡ് അളവ്, അതായത് ഒരു 3 സെൻറ്റ്, 3.5 സെൻറ്റ്, 3,700 ഇങ്ങനെ പല ലാൻഡ് അളവുകളിലായിട്ടാണ് ഇവിടുത്തെ വില്ലകൾ വരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിലും 1500, 1600, 1700, 2000 അങ്ങനെ സ്ക്വയർ ഫീറ്റ് വന്നിട്ടാണെങ്കിൽ ഡിഫറെൻറ്റ് അളവുകളിലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് അവർ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പം ഇവിടെയുള്ള വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 57 ലക്ഷം രൂപ തുടങ്ങി 57 lakhs തുടങ്ങിയാണ് ഇവിടുത്തെ വില്ലകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 57, 65, 75 അങ്ങനെ പല പല പ്രൈസ് റേഞ്ചുകളിലായിട്ടാണ് ഈ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വില്ല എന്ന് പറയുന്നത് 4 സെൻറ്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 4 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി തീർത്തിരിക്കുന്ന ഒരു വില്ല മാത്രമാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചത്. ഈ വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. പക്ഷെ ഇതിനടുത്തൊക്കെ പണി നടന്നുകൊണ്ട്, അതായത് ഏകദേശം ഫിനിഷിംഗ് ആയി വരുന്ന വില്ലകളാണ്. 1-2 ആഴ്ചത്തേക്ക് വർക്കുകൾ മാത്രമാണ് പല വില്ലകൾക്കും ഉള്ളത്. അവർക്കൊക്കെ കംപ്ലീറ്റ് ആയി വരുന്ന വില്ലകൾക്കൊക്കെ ഏകദേശം 57 ലക്ഷം രൂപയും 65 ലക്ഷം രൂപ, 67 ലക്ഷം രൂപ ഇങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികളിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം റോഡിനോട് വളരെ അടുത്ത്, അതായത് വെറും 500 മീറ്റർ താഴെ മാത്രമാണ് റോഡിൽ നിന്നും ഈ ഒരു വില്ലകളിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു, നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്കാണെങ്കിലും ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും ഒക്കെ വളരെ എളുപ്പം എത്തിപ്പെടാം. അതുപോലെ തന്നെ ധാരാളം ഇന്റർനാഷണൽ സ്കൂളുകളും CBSE സിലബസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്കൂളുകളൊക്കെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മനോഹരമായ വില്ലകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച്, കുറഞ്ഞവർക്കാണെങ്കിൽ ആ രീതിയിലുള്ള ബഡ്ജറ്റ് സെലക്ട് ചെയ്യാം, കുറച്ചുകൂടെ കൂടിയ ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ പല പ്രൈസ് കാറ്റഗറിയിലുള്ള ഈ വില്ലകൾ 57 ലക്ഷം രൂപ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വില്ലകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. അപ്പൊ അടുത്ത മനോഹരമായൊരു വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.